ശ്രീമദ് ഭാഗവതം ക്ലാസ് 160. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 8 6-ാമത്തെ അധ്യായമായിട്ട് സമുദ്രമഥനോദ്യമമാണ്. സമുദ്രമഥനം എന്ന് പറയുമ്പോൾ പാലാഴി മഥനം തന്നെയാണ്. പക്ഷേ ഇത് 6-ാമത്തെ മന്വന്തരത്തിലാണ്. എല്ലാ മന്വന്തരത്തിലും ഏകദേശം ഒരുപോലെ തന്നെ. ദേവന്മാരുടെ തന്നെ പേര് വ്യത്യാസം ഉണ്ടാകുന്നുള്ള ആ നിലയിൽ കാണും. അപ്പം പാലാഴി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകാം. പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് ആകെ ഉണ്ടായിരുന്നത് ബ്രഹ്മം. ആ രൂപവും ഭാവമൊന്നുമില്ല, എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ഒരംശമാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പോൾ എല്ലാ സ്ഥലവും ശൂന്യമായിരുന്നു. അതിനെ ഏതുപോലെയാണ് കണക്കാക്കുന്നത്? എല്ലാ സ്ഥലവും ശൂന്യം എന്ന് പറഞ്ഞാൽ എല്ലായിടം നോക്കിയാലും ഒരേപോലെ ഇരിക്കും. എല്ലായിടവും ഒരേപോലെ എവിടെയാണ്? ഭൂമിയിൽ നോക്കിയാൽ എല്ലായിടവും ഒരുപോലെയൊന്നുമല്ല. പക്ഷേ സമുദ്രത്തിൻ്റെ അകത്ത് എല്ലായിടവും ഒരുപോലെയാണ്. ഇപ്പോൾ സമുദ്രത്തിൽ ഇറങ്ങിയിട്ട് ഇന്ത്യൻ്റെ തീരത്ത് നോക്കിയാലും അമേരിക്കൻ്റെ തീരത്ത് നോക്കിയാലും എല്ലാം ഒരേപോലെ തന്നെ. പിന്നെ മുകളിൽ നിന്നുണ്ടാവും കുറേ തിരമാലയുണ്ടാവും. അപ്പോൾ എല്ലായിടവും ശൂന്യം ഒരേപോലെ. അതേസമയം ഊർജത്തിൽ നിന്നാണല്ലോ പ്രപഞ്ചമുണ്ടായത്, എല്ലാ വസ്തുക്കളും ഉണ്ടായത്. അപ്പോൾ ഊർജം ഇങ്ങനെ തരംഗ രൂപത്തിൽ ഒഴുകുന്ന ഒരു സ്റ്റേജായി സൃഷ്ടിയുടെ ആദ്യ സമയത്ത്. ആദ്യ ശൂന്യമാണ്. പിന്നെ സൃഷ്ടി നടത്താൻ പറ്റിയപ്പോൾ അതിൽ നിന്ന് ഒരു ഊർജം ഇങ്ങനെ തരംഗ രൂപത്തിൽ ഒഴുകി. അപ്പോൾ എല്ലായിടവും ശൂന്യത്തിൽ തരംഗം, അത് സമുദ്രം പോലെ. അതുകൊണ്ടാണ് അതിനെ പാലാഴിയായിട്ട് ചിത്രീകരിച്ചത്. അതിലാണ് വിഷ്ണു ഉള്ളത്. ഇനി അതിൽ നിന്നാണ് സൃഷ്ടി തുടങ്ങേണ്ടത്. ഒന്നിൽ ശ്രീ ശുഗൻ പറയുകയാണ്, ദേവഗണങ്ങൾ ഇങ്ങനെ സ്തുതിക്കപ്പെട്ടപ്പോൾ സർവൈശ്വര്യങ്ങളുടെയും നാഥനും സർവലോക നിയന്താവുമായ ശ്രീ മഹാവിഷ്ണു അവരുടെ സമക്ഷം 1000 സൂര്യൻ ഉദിച്ചതുപോലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമുണ്ടാകുന്ന ആ ബ്രഹ്മത്തിൻ്റെ തേജസ്സിനെയാണ് 1000 സൂര്യന്മാർ ഉദിച്ച മാതിരിയുള്ള പ്രഭ വേണമെങ്കിൽ അതിനാകാം, അല്ലെങ്കിൽ ഒന്നുമല്ലാതെ ഇരിക്കാം. കാരണം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അതിന് അളവൊന്നുമില്ല. ചെറുതിൽ ചെറുതുമാകാം, വലുതിൽ വലുതുമാകാം. അപ്പം വലുതിൽ വലുതായിട്ടുള്ള രൂപത്തിൽ ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. 2 പറയുകയാണ്, ആ പ്രഭ അത്രയും പ്രഭയുണ്ടായപ്പോൾ അവരുടെ കണ്ണെല്ലാം മങ്ങിപ്പോയി. പിന്നെ ഭഗവാനെ കാണുന്നത് എങ്ങനെ? അത്രയും പ്രഭയുണ്ടായാലും പിന്നെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ സൂര്യനെ നമുക്ക് നോക്കാൻ പറ്റുമോ? സൂര്യൻ എങ്ങനെയാണുള്ളത് ശരിക്ക് ആ നട്ടുച്ച സമയത്ത്? പറ്റില്ല. അതുപോലെ ആയിപ്പോയി എന്നുള്ള ഒരു. പിന്നെ 3 മുതൽ 7 വരെയുള്ളതിന് ആ വിഷ്ണുവിൻ്റെ വർണ്ണനയാണ്. മരതകക്കല്ല് പോലെ ശ്യാമാഭമായ ചെന്താമരയുടെ അകത്തുള്ള ആ ഒരു ചുവന്ന നിറമുണ്ടല്ലോ, അതിന് ചേർന്ന കണ്ണുകൾ, സ്വർണ്ണം ഉരുക്കിയ പോലെയുള്ള മഞ്ഞ നിറത്തിൽ ഉള്ള വസ്ത്രം, പിന്നെയോ ഉത്തമ രത്നങ്ങൾ പതിച്ച കിരീടമുണ്ട്, അലങ്കൃതമായ മുഖം, കാന്തിയോടെയുള്ള മുഖകമലം, പിന്നെ അരപ്പട്ട, മുത്തുമാല, കാൽച്ചിലങ്കി എന്നിവയോടുകൂടിയ മഹാലക്ഷ്മിയെ മാറിൽ ധരിക്കുന്നു, വനമാല ചാർത്തിയിരിക്കുന്നു, സുദർശനാദികളോടുകൂടിയുള്ള ആയുധങ്ങളുമെല്ലാം ഏന്തിക്കൊണ്ട് ആ അഭിവ്യക്ത രൂപത്തെ, ഒരു പ്രത്യേക തരത്തിലുള്ള രൂപത്തെയാണ് ശിവനോടുകൂടി നിൽക്കുന്ന ബ്രഹ്മദേവൻ ദർശിച്ചു. എന്നിട്ട് അവർ ശിവനോടുകൂടി സ്തുതിച്ചു. അപ്പം വിഷ്ണുവിൻ്റെ ഒരു രൂപം പറഞ്ഞു തന്നേ ഉള്ളൂ. അത് കഥയിലായത് കൊണ്ടാണ് ആ രൂപത്തിൽ ഒരു കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചായിട്ട് കണ്ടാൽ മതി. അല്ലാതെ അവിടെ ദേവന്മാരും ഇല്ല. ദേവന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്?
സൃഷ്ടി തുടങ്ങണം. സൃഷ്ടി തുടങ്ങാനുള്ള ഒരു പ്രേരക ശക്തിയുണ്ട്. ആ പ്രേരക ശക്തിയാണ് ബ്രഹ്മാവ്. സംരക്ഷിക്കുന്ന ശക്തിയാണ് വിഷ്ണു. ആവശ്യകബിംബ സംഹരിക്കേണ്ട ശക്തിയാണ് ശിവൻ. അപ്പം ആ ശ്രീഹരിയിൽ നിന്നൊരു 3 ശക്തികൾ ആവിർഭവിച്ചു. അതിൽ ബ്രഹ്മാവിനാണ് സൃഷ്ടി നടക്കുന്നത്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോൾ അവിടെ ഒന്നുമില്ല, പാലാഴിമാരിയുള്ള ഒരു സ്ഥലമാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് സൃഷ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം അല്ലെങ്കിൽ രജോ ഗുണം പ്രയോഗിക്കണം, ഒരു ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിക്കുമ്പോൾ ഒരു ശക്തി എതിർക്കും, വേണ്ട ഇങ്ങനെ തന്നെ നിന്നാൽ മതി, ആ പാലാഴീൻ്റെ മാതിരി നിന്നാൽ മതി. അപ്പോൾ അതിനെ മറികടന്നിട്ട് വേണം കണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് സൃഷ്ടി കണങ്ങൾ ഉണ്ടാക്കണം. ഇലക്ട്രോൺ പ്രോട്ടോണെല്ലാം ഉണ്ടാക്കിയിട്ടല്ലേ പിന്നെ സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ കണങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പോകേണ്ടത്. കാരണം സൃഷ്ടി നടത്തി എങ്ങനെയാണ്? ഊർജം കണങ്ങളാകുന്നു, കണങ്ങൾ കൂടിയിട്ട് ആറ്റങ്ങളാകുന്നു, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഊർജം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പാലാഴിയിലെ തിരമാല പോലെ. അതിൽ നിന്നിനി കണങ്ങൾ രൂപപ്പെടണം. അത് വേറൊരു പ്രത്യേക ബലം പ്രയോഗിച്ചാലേ നടക്കുകയുള്ളൂ. അതൊരു അടുത്ത സ്റ്റേജാണ്. അല്ലെങ്കിൽ പഴയ അവസ്ഥയിൽ നിൽക്കും. പഴയ അവസ്ഥയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അസുരന്മാരാണ് സ്ട്രോങ്. അപ്പം ദേവന്മാർക്ക് അല്ലെങ്കിൽ ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ പറ്റുന്നില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആരാണ് ജയിച്ചിരിക്കുന്നത്? അസുരന്മാർ. അതുകൊണ്ടാണ് അസുരന്മാർ ലോകമെല്ലാം കീഴടക്കിയിരിക്കുന്നത്. അപ്പോൾ 8 ബ്രഹ്മദേവൻ പറയുകയാണ്, അപ്പോൾ ബ്രഹ്മദേവൻ ആദ്യം സ്തുതിക്കുകയാണ് ആരെ? ഈ ശ്രീഹരിയെ. ശ്രീഹരി ആദ്യം ഉള്ളതിനെന്തില്ല, രൂപവും ഭാവമൊന്നുമില്ല, അത് ഉണ്ടാകുന്നുമില്ല, നശിക്കുന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉദ്ഭവ വിനാശങ്ങൾ സംഭവിക്കാത്തവനും അതിന് ജനനവും മരണമൊന്നുമില്ല, ഗുണഹീനനും ഒരു ഗുണവുമില്ല, മുഖ്യ സൗഖ്യത്തിൻ്റെ സാഗരമാണ്. മുക്തി നേടുന്ന അവസ്ഥയാണ്. മുക്തി നേടിയാൽ നമ്മൾ നിർഗുണമായ അവസ്ഥയിലേക്ക് എത്തും. മുക്തി സൗഖ്യത്തിൻ്റെ സാഗരം. സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മവുമാണ്, ഏറ്റവും സൂക്ഷ്മമാണ്. പരിഗണിക്കാനാവാത്ത സ്വരൂപം. അതിൻ്റെ രൂപമൊന്നും ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല. ആ മഹാത്മാവിന് നമസ്കാരം. അപ്പം വിഷ്ണുവിനെ വിവരിക്കുകയാണ്. അപ്പം നമ്മൾ കഥയിൽ കഥാപാത്രമായി അവതരിപ്പിച്ചെങ്കിലും ഇവിടെ ഒരു കഥാപാത്രമല്ല, അതിന് നല്ല ഉടുപ്പല്ല, സാരിയെല്ലാം വസ്ത്രമെല്ലാം കൊടുത്തിട്ടാണ് വന്നതെന്നെല്ലാം പറഞ്ഞെങ്കിലും കിരീടമെല്ലാം വെച്ചിട്ടാണെങ്കിലും അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ല. കഥയിലാണ് കഥയിൽ പിന്നെ കഥാപാത്രമായിട്ട് വന്നല്ലേ പറ്റും, കഥയിൽ അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ സ്തുതിയിലൂടെ പറയുന്ന ഒരു രൂപവും നിർവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള രൂപങ്ങളും പരിഗണിക്കാനാവാത്ത സ്വരൂപങ്ങളും പിന്നെ ഗുണാതീതന് ഒരു ഗുണവും ഇല്ലാതെയാണെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ വേണം, പക്ഷേ കഥയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ഹേ സ്രഷ്ടാവ് എമ്പയിൽ പറയണം, അതായത് സൃഷ്ടി നടത്തുന്ന ശക്തി. ഈ സ്വരൂപം ശ്രേയസ്സാഗ്രഹിക്കുന്നവർ വേദങ്ങളിലും തന്ത്രങ്ങളിലും പ്രതിപാദിച്ച അനുഷ്ഠാനത്തോടെ ഉപാസിക്കുവാൻ യോഗ്യമാണ്. അപ്പം ഏത് തരത്തിലാണ് നമ്മൾ ഈശ്വരനെ ഉപാസിക്കേണ്ടത്? വേദങ്ങളിലും തന്ത്രങ്ങളിലുമെല്ലാം പറഞ്ഞ തരത്തിൽ അതിനെ ഉപാസിക്കണം. വേദങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്ന രൂപം എന്താണ്? അല്ലാതെ ഈ കാണുന്ന നമ്മളിപ്പം കഥയിൽ പറഞ്ഞ രൂപത്തിലല്ല ഉപാസിക്കേണ്ടത്. ശ്രേയസ് ആഗ്രഹിക്കുന്നവർ വേദങ്ങളിലെല്ലാം എങ്ങനെയാണോ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഉപനിഷത്തിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, ആ രൂപത്തിൽ അതിനെ ഉപാസിക്കുക, അതിനെ മനസ്സിലാക്കുക, അതിനായിട്ട് കർമ്മം ചെയ്യുക. അപ്പോൾ അതിൻ്റെ രൂപം എന്താ? അതിൻ്റെ രൂപവും പാപമൊന്നുമില്ല, ഒരു രൂപവുമില്ല. അത്തരത്തിൽ മനസ്സിലായിക്കണം. വിശ്വസ്വരൂപനായ ഈ നിൻ തിരുവടിയിൽ വിശ്വത്തിൻ്റെ സ്വരൂപമാണ്. അവസാനം ഇത് ഒരു വിശ്വമായി മാറുമ്പോൾ
അതിൻ്റെ സ്വരൂപത്തിൽ ആ നിർഗുണമായ ബ്രഹ്മമാണ് അവസാനം ഈ പ്രപഞ്ചം 14 ലോകങ്ങളായിട്ട് മാറുന്നത്. ആ വിശ്വസ്വരൂപമായ നിന്തിരുവടിയിൽ ഞങ്ങളോടൊപ്പം, അതിലാണ് നമ്മളുമല്ല ഉള്ളത്, 3 ലോകങ്ങളെയും സുവ്യക്തമായി ഞാൻ കാണുന്നു. അപ്പം അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. ആ പ്രപഞ്ചത്തിൽ ഞങ്ങളെ ഈ 3 ലോകങ്ങളെയെല്ലാം ബ്രഹ്മാവ് പറയാണ് ഞാൻ കാണുകയാണെന്ന് വെച്ചാൽ, നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒരു പ്ലാന് വരക്കും. ആ പ്ലാന് കാണുമ്പോൾ വീട് നിർമ്മിക്കുന്നവൻ്റെ ഉള്ളിൽ ആ വീടിൻ്റെ രൂപം മുഴുവൻ തെളിഞ്ഞു വരും. ഒരു വിത്തിൻ്റെ അകത്തുള്ള ജനിതക ഘടന അറിയുന്ന ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ ആ വിത്ത് മുളച്ചിട്ട് ചെടി എന്ത് വലിപ്പം, ഏത് രൂപത്തിൽ, എത്ര ഇലകൾ എന്നെല്ലാം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും. അത്രയും ജനിതക സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ പോയി ലയിച്ചതാണ്. ഒരു ചേനയുടെ ചെടി വലുതായി ഉണങ്ങി ചേനയിൽ വന്ന് തീരും. പിന്നെ ആദ്യമേ അത് മുളക്കുമ്പോൾ എങ്ങനെ മുളക്കുന്നല്ല ആ വിത്തിൽ ഉള്ള മാതിരിയാണ്. അതുപോലെ പ്രപഞ്ചം അതിൽ പോയി ചേർന്നതാണ്. ആ വിഷ്ണു രൂപത്തിൽ ആ ശ്രീഹരിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരുന്നുള്ളതല്ല അതിൻ്റെ അകത്ത് കാണാം. ആർക്ക്? ബ്രഹ്മാവിന്. അപ്പം അതിനനുസരിച്ചാണ് ഇനി എങ്ങനെ അതിനെ പടിപടിയായിട്ട് സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്ന് ബ്രഹ്മാവ് തീരുമാനിക്കേണ്ടത്. അപ്പം അദ്ദേഹത്തിന് ഈ വിശ്വം മുഴുവനും തന്നെയും ബ്രഹ്മാവിനെ എല്ലാം അതിൻ്റെ അകത്ത് അദ്ദേഹം കണ്ടു. 3 ലോകങ്ങളും കണ്ടു, ഇലക്ട്രോണിനെ കണ്ടു, പ്രോട്ടോൺ കണ്ടു, എല്ലാം കണ്ടു. ബ്രഹ്മാവിന് മനസ്സിലായി ഇനി ഇതിന് ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. എൻ്റെ 10 പറയാണ്, ഈ വിഷയം ആദിയിൽ അങ്ങയിലുണ്ടായിരുന്നു, മധ്യകാലത്തും അങ്ങയിലുണ്ടായിരുന്നു, അവസാന കാലത്തും അങ്ങയിൽ ഉണ്ട്. അപ്പം അങ്ങ് വിശ്വമായി മാറുമ്പോൾ ആ വിശ്വം അങ്ങ് തന്നെയാണ് വിശ്വമായി മാറിയത്. വിശ്വം അങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് മധ്യകാലത്തും അങ്ങനെ തന്നെയാണ്, അവസാന കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങ് തന്നെയാണ് അതായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. തിരിച്ച് പോകുമ്പോഴും അങ്ങ് അതേ രൂപത്തിലാണ്. ഏതുപോലെ? കുടത്തിന് കളിമണ്ണെന്ന പോലെ. കുറേ കുടങ്ങൾ കുറേ കാണാം പല വലുപ്പത്തിലുള്ള, പക്ഷെ എല്ലാത്തിലുള്ളത് തന്നെയാണ് കളിമണ്ണ് പോലെ. എനിക്ക് നോക്കിയപ്പോൾ സൃഷ്ടിക്ക് മുമ്പിലും അങ്ങയുടെ രൂപം ഞാൻ കണ്ടു. സൃഷ്ടി നടത്തി കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ എങ്ങനെയാണ് അങ്ങ് തന്നെയാണ് അതിൻ്റെ അകത്ത് വേറൊരു രൂപത്തിൽ നിൽക്കുന്നത്. അങ്ങ് തന്നെയാണ് വികസിച്ചിട്ട് അവസാന കാലത്ത് എത്തുന്നത്. പിന്നെ നശിച്ചാലും ഒരു രൂപമില്ലാതെ നിൽക്കുന്നതും അങ്ങ് തന്നെയാണ്. ആ വിശ്വത്തിന് തുടക്കമായതും ഇടക്കാലമായതും ഒടുക്കമായതും പ്രകൃതിയിൽ നിന്നും അതീതനായിരിക്കുന്ന ഭഗവാൻ തന്നെ. ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും ഇടക്കാലത്തും അവസാന ഒടുക്കത്തിലെല്ലാം അങ്ങ് തന്നെയാണുള്ളത്. പക്ഷെ അങ്ങ് പ്രകൃതിയിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു ഉണ്ട്. 11 ഈ നിന്തിരുവടി തൻ്റെ തന്നെ മായയാൽ ഈ വിശ്വത്തെ സൃഷ്ടിച്ച് അത് സ്വയം അതിൻ്റെ മായയാൽ വിശ്വത്തെ സൃഷ്ടിക്കുകയാണ്. അത് തന്നെ സ്വയം ആയി മാറുകയാണ്. സ്വയമായി മാറുമ്പോൾ അത് തന്നെയാണ് ഞാനായതും ഈ ലോകത്തിലുള്ള എല്ലാമായതും. അങ്ങനെ കാണണം. അല്ല അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്നുണ്ടാക്കി കുറച്ചെടുത്തിട്ട് ഒന്നുണ്ടാക്കുന്ന പോലെയല്ല. അത് തന്നെയാണ് എല്ലാമായിട്ട് മാറിയത്. അതിൻ്റെ എടുത്തുണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല, സൃഷ്ടിയില്ല. അത് തന്നെ ഇങ്ങ് മാറുകയാണ്. എന്നിട്ട് അതിൽ അന്തർലീനനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ട ശേഷം അതിൻ്റെ അകത്തും നിൽക്കുന്നത് ആര് തന്നെയാണ്? അങ്ങ് തന്നെയാണ്. എൻ്റെ ഉള്ളിലുള്ളത് മായ തന്നെയാണ്, ശ്രീഹരി തന്നെയാണ്. പക്ഷെ മായ കൊണ്ട് എനിക്കത് തിരിച്ചറിയാതെ എന്നിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് എന്നെ അതിൽ നിന്നും മാറ്റുകയാണ്. ഞാനെന്ന ചിന്ത വന്നുപോയാൽ പിന്നെ അതാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടാവില്ല. അതാണ് കാര്യം. അതിനാൽ യോഗികളും ശാസ്ത്രജ്ഞന്മാരും നിൻ തിരുവടിയെ ഗുണാതീതനായി തന്നെ കാണുന്നു. അതുകൊണ്ട്
യോഗികളും ശാസ്ത്രജ്ഞന്മാരുമെല്ലാം നിൻ തിരുവടിയെ ഒരു ഗുണമില്ലാത്തവനായിട്ട് കാണുന്നു. അരണിയിൽ 12 അരണി കടഞ്ഞാൽ അഗ്നി കിട്ടും. അഗ്നി പോലെ, ഗോക്കളിൽ ഘൃതം പോലെ, ഭൂമിയിൽ ധാന്യാദികളെയും ജലത്തെയും പോലെ, പരിശ്രമത്തിൽ ജീവവൃത്തി പോലെ. പരിശ്രമിച്ചാൽ ജീവിക്കാൻ പറ്റും. അപ്പം പരിശ്രമത്തിലാണ് ജീവിതമുള്ളത്. ഏതൊരു പ്രകാരം മനുഷ്യൻ വിവിധോപായങ്ങളാൽ അവയെ പ്രാപിക്കുന്നുവോ അതുപ്രകാരം ദേഹേന്ദ്രിയങ്ങളിൽ നിന്തിരുവടിയെ ജ്ഞാനികൾ പ്രബോധനത്താൽ പ്രാപിക്കുകയും വെളിവാക്കുകയും ചെയ്യുന്നു. അപ്പം അരണിയിൽ നിന്ന് വിദ്വാൻമാർ തീ ഉണ്ടാക്കിയെടുക്കും, ഗോക്കളിൽ നിന്ന് ഘൃതമുണ്ടാക്കിയെടുക്കും, ഭൂമിയിൽ നിന്ന് ധാന്യാദികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കും, പരിശ്രമത്തിലൂടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അതേപോലെയാണ് മനുഷ്യരെല്ലാം ഇതെല്ലാം പല മാർഗത്തിലൂടെ മനുഷ്യർ ചെയ്യുന്നത് പോലെ ദേഹേന്ദ്രിയങ്ങളിൽ നിന്തിരുവടിയെ ദേഹേന്ദ്രിയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ജ്ഞാനികൾ പ്രബോധനത്താൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ പ്രാപിക്കണം, വെളിവാക്കി ആ ഉള്ളിലുള്ള ശക്തിയെ വെളിവാക്കി എടുക്കണം. എൻ്റെ 13 പറയാണ് പത്മനാഭ, വേറൊരു പേര് വിളിച്ചിട്ട് പറയുകയാണ്. ആരെല്ലാം? ബ്രഹ്മാവ്, രുദ്രനുണ്ട്. വളരെ കാലമായി ഉള്ളിൽ നിനക്കപ്പെട്ട സ്വരൂപം, വളരെ കാലമായിട്ട് ഞാൻ ഉള്ളിൽ ഇങ്ങനെ നിന്റെ സ്വരൂപം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കണ്ടപ്പോൾ, അപ്പോൾ മുന്നിലിങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാട്ടുതീയിൽ ആനകൾ പെട്ട ആനകളെപ്പോലെ, കാട്ടുതീയിൽ ഇങ്ങനെ ചൂടുകൊണ്ട് പൊഴിയുന്ന ആനകൾക്ക് ഗംഗാനദിയിലെ ജലം കണ്ട പോലെ അത്യാനന്ദത്തെ പ്രാപിച്ചു. അപ്പം കാട്ടുതീയിൽ ഇങ്ങനെ ചൂടല്ലേറ്റ് നിൽക്കുന്ന ഒരു ആനകൾക്ക് പെട്ടെന്ന് ഗംഗാനദിയിലെ ജലം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭയങ്കര ആനന്ദമായിരിക്കും. ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 14 സമസ്ത ലോകരുടെയും പാലകരായ ഞങ്ങൾ. അപ്പം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിനാ ഈ ലോകമെല്ലാം ഉണ്ടാക്കി പാലിക്കാൻ വേണ്ടിയാണ്. അപ്പം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകം ഉണ്ടാക്കിയെടുക്കാനാണ്. എല്ലാം പാലകരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം സമസ്ത ലോകങ്ങളുടെയും പാലകരായ ഞങ്ങൾ ഏതൊരു കാര്യത്തിനായി നിന്തിരുവരിയുടെ പാദത്തെ ആശ്രയിക്കുന്നുവോ. എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ആശ്രയിക്കുന്നത്? നിർദ്ദേശിക്കാൻ, നമ്മളിനി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം. നമുക്കൊരു പിടിയുമില്ല. ഇപ്പോൾ ഒരു പാലാഴി മാതിരിയുള്ള സ്ഥലം കിടക്കുന്നുണ്ട്, ശൂന്യമായ, കുറച്ച് എനർജി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇതിൽ നിന്ന് വേണം, പാചകക്കുറിപ്പൊന്നും അറിയില്ല, പ്രപഞ്ചം ഉണ്ടാക്കേണ്ട പാചകക്കുറിപ്പൊന്നും പിടിയില്ല. പിന്നെ എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്. എന്തൊരു കാര്യത്തിനായി നിന്തിരുവടിയെ പാദത്തെ ആശ്രയിക്കുന്നുവോ, അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്തിനായിരിക്കും ആശ്രയിക്കുന്നത്. ഇവർക്ക് ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് അവർക്കറിയാം. ആ കാര്യം നിറവേറ്റി തന്നാൽ, എന്തിനു വേണ്ടിയാണോ ആശ്രയിക്കുന്നത് അത് നിറവേറ്റി തന്നാലെന്ന്. ഇപ്പം ഒരാൾ വീട്ടിൽ നമ്മളോടൊരാൾ വന്നിട്ട് അല്ലെ ആരെങ്കിലും പറഞ്ഞാണ് ഒരു ചായ കൂട്ടുമെന്ന് പറയുകയാണ്. എനിക്ക് ചായ കൂട്ടാനൊന്നും അറിയില്ല. എന്നോടൊരു ചായ കൂട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ അവർ എന്നെ വാച്ച് ചെയ്യും, ഞാൻ പോകുന്നുണ്ടോ ഇല്ലയെന്ന്. പോകുന്നില്ലെങ്കിൽ അറിയില്ല എന്ന് അവർക്കറിയാം. അവരുടെ ഒരു കാര്യം ചെയ്യും, പാത്രമെല്ലാം കഴുകിയിട്ട് 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒഴിക്ക്, എൻ്റെ അടുപ്പത്ത് വെക്ക് എന്നെല്ലാം പറഞ്ഞു തരും. അതുപോലെ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഒന്നുകൂടി പറയുകയാണ്, അന്തരംഗത്തിൽ കുളികൊള്ളുന്ന. നമ്മുടെ ഉള്ളിലെല്ലാം അങ്ങ് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളെ ഉള്ളിൽ നിൽക്കുന്ന ആരാണ്? അങ്ങ് തന്നെയാണ്. അന്തരംഗത്തിൽ കുടികൊള്ളുകയും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും സാക്ഷിയായി നിൽക്കുകയും ചെയ്യുന്ന അങ്ങയോട് അന്യരോട് പറയുന്നത് പോലെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം അങ്ങ് അന്യനൊന്നുമല്ല. നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം നോക്കി നിൽക്കുന്ന കക്ഷിയോട്
നമുക്കിനി എന്താണ് വേണ്ടത് എന്നൊന്നും, എങ്ങനെയാണ് ഇനി പ്രപഞ്ചം ഉണ്ടാക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട ഉപദേശം തന്നാൽ മതി എന്ന് മാത്രം പറയുകയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ ജീവിതത്തിലും നമ്മൾ ഒന്നും ആ ശക്തിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ശക്തി ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നു, സാക്ഷിയായി നിൽക്കുന്നു. പിന്നെ അങ്ങേരെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എൻ്റെ മോക്ക് കല്യാണം കൊണ്ടുവരണേ, അല്ലെങ്കിൽ എന്നെ പരീക്ഷയിലേക്ക് പാസ്സാക്കി തരണേ, എനിക്ക് ജോലി ഉണ്ടാക്കി തരണേ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് തന്നെയാണ് ഉള്ളിൽ നിന്നിട്ട് സാക്ഷിയായിട്ടെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്താണ്? ഇപ്പം നമ്മളിതെല്ലാം ഭാഗവതം കൈകാര്യം ചെയ്യുമ്പോൾ ആ പറയുന്ന വാക്കുകളെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം വ്യക്തമാണ്. നമ്മുടെ ജീവിതം അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് ആ ശക്തി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഒരു ചെയ്യേണ്ട ജോലി ചെയ്തു കൊടുക്കുക, അതിൽ കൂടുതൽ വേറെ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. അതെന്താകും എന്നൊന്നും ചിന്തിക്കണ്ട, എല്ലാം നടക്കേണ്ട സമയം അങ്ങ് നടന്നോളൂ. ഒരു ഭയപ്പാടും വേണ്ട, സുഖമായിട്ട് ലാവിഷായിട്ടല്ല ഈസി ഗോയിങ് അന്ന് പോയാൽ മതി. പതിനഞ്ചിൽ പറയാണ്, ഞാനും ശിവനും, ഇവരെല്ലാം കൂടിയിട്ടാണല്ലോ, ഇന്ദ്രാദി ദേവന്മാരും ദക്ഷ പ്രജാപതിമാരെല്ലാം അഗ്നിയിൽ നിന്നും ഫുലിംഗങ്ങൾ പോലെ അങ്ങിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഞാനും ഇന്ദ്രനും ഈ എല്ലാ കക്ഷികളും, അതിൽ പ്രമോദും അടക്കം അഗ്നിയിൽ നിന്നും, അങ്ങയുടെ അഗ്നിയിൽ നിന്നും ഫുലിംഗങ്ങൾ പോലെ പൊന്തി വന്നതാണ്. അതിൽ നിന്നാണ് നമ്മളെല്ലാം ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്നത്. എന്നിട്ട് വേറെ വേറെ വിളങ്ങുന്നവരാണ്. അതിൽ നിന്ന് വന്ന തീ തന്നെയാണെങ്കിലും രൂപത്തിൽ പല മാറ്റമുണ്ട്. ഇപ്പം തീയിൽ നിന്നൊരു പൊട്ടിത്തെറിക്കുന്നില്ല, ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞായിരിക്കും, ഒന്നിങ്ങനെ നേർക്കായിരിക്കും, ഒന്ന് ചിലപ്പോൾ ഉരുണ്ടതായിരിക്കും. അങ്ങനെ വ്യത്യസ്തം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാം തീൻ്റെ കനല് തന്നെ. ഒരു തീ പൊട്ടിത്തെറിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? എല്ലായിടത്തും ഒരേമാതിരി ഇരിക്കുമോ? ഇല്ലല്ലോ. ചിലത് നീട്ടിട്ട് കാണും, ചിലത് ഉരുണ്ട് കാണും. അതുമാതിരി പുലിംഗങ്ങളായിട്ട് വന്നിട്ട് വേറെ വേറെ വിളങ്ങുന്നവരാണ്. അതുകൊണ്ട് എന്ത് വേണം? അങ്ങ് ദേവകൾക്കും ബ്രാഹ്മണർക്കും വേണ്ട ഹിതോപദേശങ്ങൾ സ്വയം നൽകിയാൽ, ഉപദേശങ്ങൾ അങ്ങൊന്ന് എല്ലാവർക്കും, അവിടെ ഉണ്ടായ എല്ലാവർക്കും ഉപദേശങ്ങൾ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉപദേശം നൽകിയാൽ. ഇനി 16 ശുകം പറയാണ്, ബ്രഹ്മാദികൾ ഇപ്രകാരം വാഴ്ത്തിയപ്പോൾ മേഘഗർജനം പോലെ മുഴക്കത്തോടെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഒരു മേഘഗർജനം പോലെയാണ് ശബ്ദിച്ചത്. എന്നിട്ട് പറഞ്ഞു, 17 ആ ദേവകാര്യത്തിൽ ശ്രീഹരി ഒറ്റക്ക് തന്നെ മതിയായവനാണെങ്കിലും വേണമെങ്കിൽ ശ്രീഹരിക്ക് ഒറ്റക്ക് തന്നെ ഈ പ്രപഞ്ചത്തെ ഒറ്റയടിക്കാൻ ഉണ്ടാക്കിയിടാം. അത്രയും ശക്തിമാനാണ്. ഇവരെയൊന്നും ആവശ്യമൊന്നും ഇല്ല, ഒറ്റക്കങ്ങ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ആ ദേവകാര്യത്തിൽ ശ്രീഹരി ഒറ്റക്ക് തന്നെ മതിയായവനാണെങ്കിലും എങ്കിലും കൂടി സമുദ്രം മുതലായ വിനോദങ്ങളാൽ വിഹരിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് സമുദ്രം മഥനം ചെയ്യുന്ന മാതിരിയുള്ള ഒരു വിനോദ കളി അദ്ദേഹത്തിന് ഒരു രസം തോന്നി. ആ നിർഗുണമായ ബിംബത്തിന് ഈ സമുദ്രത്തെ ഒന്ന് മഥിച്ച് കളയാം, പാലാഴി മഥനം ചെയ്ത് കളയാം. എന്നിട്ട് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടാക്കിയിട്ട്, ആറ്റങ്ങളെല്ലാം ഉണ്ടാക്കി, തന്മാത്ര ഉണ്ടാക്കിയിട്ട് വസ്തുക്കൾ ഉണ്ടാക്കി, ഇങ്ങനെ ഭൂമി ഉണ്ടാക്കി, ഗോളങ്ങൾ ഉണ്ടാക്കി, ഗോളങ്ങളെ ചുറ്റിപ്പിച്ച് സൗരയൂഥ സിസ്റ്റം ഉണ്ടാക്കി, പ്രപഞ്ചമുണ്ടാക്കി, പിന്നെ അതിൻ്റെ അകത്തുനിന്ന് മനുഷ്യരെ ജനിപ്പിച്ച്, ഇങ്ങനെ ഒരു കളി, ഒരു രസം. അതിനൊരു രസം പിടിച്ചു. ആർക്ക്? ആ ശ്രീഹരിക്ക്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷികൾക്കു അത് അദ്ദേഹത്തിൻ്റെ ഒരു തമാശ.
ആ രൂപയെ അതിനുള്ളൂ. വേണമെങ്കിൽ അതിന് തന്നെ ഒറ്റയ്ക്ക് ഇതേമാതിരിയെല്ലാം ഒറ്റ അടിക്കുണ്ടാക്കിയിട്ട് അതൊന്നും വേണ്ടായിരുന്നു. കുറേ ബ്രഹ്മാവ് ഇരിക്കട്ട്, വിഷ്ണു ഇരിക്കട്ടെ, അമ്മാരെല്ലാം കുറേ പാടുപെടട്ട് എന്ന നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഇച്ഛിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് രസം തോന്നി, ഇവരെയെല്ലാം കൂട്ടിയിട്ട് ഒരു കളി കളിക്കാം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് രസം തോന്നിയിട്ട് അവരോട് പറഞ്ഞു, ഹേ ബ്രഹ്മാവേ, ഹേ ശങ്കര, ശ്രീശങ്കര, ഹേ ദേവന്മാരെ, ശ്രേയസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശ്രേയസ്സാഗ്രഹിക്കുന്ന നിങ്ങൾ എൻ്റെ വചനത്തെ ശ്രദ്ധയോടെ കേൾക്കുക. ഇപ്പം ബ്രഹ്മാവോടെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാം ചെയ്തോളണം. നിർദ്ദേശം കൊടുക്കുക, ഈ പറയുന്ന മാതിരി ചെയ്തോളണം, അല്ലാതെ വേറെ അധികാരങ്ങളൊന്നുമില്ല. പ്രമോദ് പോയിട്ട് ബ്രഹ്മാവിനോട്, ബ്രഹ്മാവെ എനിക്ക് കുറച്ച് എൻ്റെ ജോലിയിൽ ഒരളവ് തരുമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അദ്ദേഹം പറയുന്ന മാതിരി ചെയ്തു കൊടുത്തേക്കുക. അപ്പം ഈ ശക്തിയുടെ, ആ ഈശ്വരൻ്റെ ഒരു ഉപകരണം, നമ്മൾ ഒരു ഉപകരണം, ബ്രഹ്മാവ് ഒരു ഉപകരണം, വിഷ്ണു, ശിവനും പാർവതിയും ലക്ഷ്മിയും സരസ്വതിയും എല്ലാം തന്നെ, ഭദ്രകാളി എല്ലാം തന്നെ വിഷ്ണുവിൻ്റെ, ഈ ശ്രീഹരിയുടെ ഒരു ഉപകരണം മാത്രം. നമ്മളിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന ഇവരെല്ലാം വിചാരിച്ചെന്തല്ലോ ആയിക്കളയുന്ന ഒരു ചുക്കും നടക്കും. എന്താണോ ചെയ്യേണ്ടത്, കാരണം ഈ ശ്രീഹരി തന്നെയാണ് ഉള്ളിലിരിക്കുന്നത്. ഈ ഉള്ളിലിരിക്കുന്ന ശ്രീഹരിനെ ആ വിഷ്ണു ഇതെല്ലാം എന്ത് ചെയ്യാനാണ്? അങ്ങേര് തന്നെയാണ് ഞാനായിട്ട് എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. പിന്നെ ഇവർക്കെല്ലാം എന്ത് ചെയ്യുക? അവരെ ഉള്ളിലും കയറിയിട്ട് അങ്ങേര് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ആരോട് ചെയ്യാനാണ്? ഒന്നും അർത്ഥമില്ല. ഞാനും ബ്രഹ്മം തന്നെ, ആ വിഷ്ണു ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ. ആര് പിന്നെ ഒരു ബ്രഹ്മം മറ്റൊരു ബ്രഹ്മത്തോട് ചോദിക്കുക? അപ്പം ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, അവരവരെ ജോലി ചെയ്തോളുക. എൻ്റെ 19 പറയുകയാണ്, നിങ്ങൾക്ക് തനിയെ അഭിവൃദ്ധി ഉണ്ടാകുന്നതുവരെ ദാനവന്മാരും ദൈത്യന്മാരുമായ അസുരന്മാരുമായി ഒത്തുതീർപ്പുണ്ടാക്കണം. പോകുവിൻ, പോയിട്ട് ഒത്തുതീർപ്പുണ്ടാക്കുക അസുരന്മാരോട്. ഒറ്റയടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് തനിയെ അഭിവൃദ്ധി ഉണ്ടാകുന്നത് വരെ. ഇപ്പോൾ അസുരന്മാരുടെ കാലമാണ്. അസുരന്മാരുടെ ജോലി എന്താണ്? പ്രപഞ്ചമുണ്ടാകുന്നതിന് പാര വെക്കുക. അപ്പോൾ അവർ ജയിച്ചിരിക്കുകയാണ്. പ്രപഞ്ചമൊന്നും ഉണ്ടാകുന്നില്ല, പാലാടി മാത്രം അങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പോയിട്ട് ആ ശത്രുവായ അസുരന്മാരുമായിട്ട് ഒത്തുതീർപ്പുണ്ടായിക്കൊള്ളണം. എത്ര വരെ ഒത്തുതീർപ്പുണ്ടാക്കണം? നിങ്ങൾക്ക് തനിയെ അഭിവൃദ്ധി ഉണ്ടാകുന്നവരെ, ഒരു ലോകം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാകാം. അതുവരെ നിങ്ങൾ അവരുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയേ പറ്റൂ. കാരണം ഈ ഘട്ടം മുന്നോട്ടേക്ക് പോകണ്ടെങ്കിൽ ഒത്തുതീർപ്പ് വേണം. എന്നിട്ട് 20 പറയുന്നു, നിറവേറ്റേണ്ട കാര്യത്തിന് ഗൗരവമുള്ളപ്പോൾ മാത്രം ശത്രുക്കളും കൂടി അനുരഞ്ജിപ്പിക്കണം. അതായത് ചില സമയങ്ങളിൽ ഗൗരവം കൂടിയിരിക്കുന്ന സമയത്ത് അവരെയും ശത്രുവിനെയും കൂടിയും കൂട്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ അവരുമായിട്ട് അനുരഞ്ജനം ഉണ്ടാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ചില സമയത്ത്. ഏത് സമയത്ത്? ഈ ഘട്ടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോകണ്ടെങ്കിൽ അവിടെ അസുരന്മാരെയും കൂട്ടുപിടിച്ചാലേ നടക്കുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. ഒരു ലോകം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നിങ്ങൾ പലതും പിളക്കും, അവർ പാര വെക്കും, അതെല്ലാം ശരി തന്നെ. പക്ഷെ ഈ ഘട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാലേ നടക്കുകയുള്ളൂ. അപ്പം ചില വിശേഷ ഘട്ടങ്ങളിൽ കാര്യലാഭത്തിന് വേണ്ടി അസുരന്മാരെയും പിടിക്കണം. ഏതുപോലെ എന്നാൽ, ഒരു നാട്ടിൽ പ്രളയം ഉണ്ടാകുമ്പോൾ
അല്ലെങ്കിൽ ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായി എല്ലാം ഇടിഞ്ഞു പൊഴിയുമ്പോൾ അവിടെ പിന്നെ ശത്രുതീവില്ല, മിത്രതീവില്ല, ദേവനും അസുരനും എല്ലാം ഒന്നിച്ചു കൂടിയിട്ട് കീരിയും പാമ്പും എല്ലാം ഒന്നിച്ചു കൂടിയിട്ട് ഒത്തുതീർന്നു പോകണം. അപ്പം അങ്ങനത്തെ ഘട്ടങ്ങളിൽ അസുരന്മാരുമായിട്ടും അനുരഞ്ജനം ഉണ്ടാക്കണം. എന്നിട്ട് പറയാണ്, കാര്യലാഭത്തിൻ്റെ വരിയിൽ എത്തിക്കഴിഞ്ഞാൽ, എന്നിട്ട് കാര്യലാഭം നേടിക്കഴിഞ്ഞാൽ, ഇപ്പം പ്രളയമെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഒത്തുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെയും തമ്മിൽ തല്ലിക്കും. നിങ്ങളെ കാര്യം നോക്കിപ്പോൾ കഴിഞ്ഞാൽ പിന്നെ പാമ്പും എലിയും പോലെ വർത്തിക്കണം. അപ്പം കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കണം? പഴയ സ്വഭാവം എടുത്തോളണം, പാമ്പും കീരിയായിട്ട് പിന്നെ പരസ്പരം മത്സരിച്ചോളണം. എൻ്റെ 21 പറയുകയാണ്, അമൃതത്തെ ഉൽപ്പാദിപ്പിക്കാൻ താമസം കൂടാതെ പ്രയത്നം ചെയ്യണം. അതുകൊണ്ട് അമൃത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉടനെ പോയിട്ട് പണി ചെയ്തോളണം, പ്രയത്നം ചെയ്യണം. അത് പാനം ചെയ്താൽ മൃത്യുവുള്ള ജീവികളാണെങ്കിൽ പോലും മരണമില്ലാത്തവരായി ഭവിക്കും. അപ്പം അമൃതം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പാലാഴി മഥനം നടത്തിയിട്ട് അമൃത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മരണമില്ല. മരിക്കുന്ന ജീവികളാണെങ്കിലും മരണമില്ല. ആർക്ക്? ദേവന്മാർക്കേ അമൃത് കിട്ടുന്നില്ലേ, അല്ല നമുക്കൊന്നും കിട്ടൂല. ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഈ ജീവജാലങ്ങളെല്ലാം ദേവന്മാരാണ്. ഇപ്പം ബലങ്ങളെല്ലാം, ഇന്ദ്രാദികളെല്ലാം ദേവന്മാരാണ്. അവര് എല്ലാ കാലവും ഉണ്ട്, ലോകാവസാനം വരെയുണ്ട്. അഗ്നിദേവനാണ്, ലോകാവസാനം വരെയുണ്ട്. ജലം ദേവതയാണ്. മരിക്കുന്നതാരാണ്? ജനിക്കുന്നവരാണ് മരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ളവർക്കാണ് മരണം. അല്ലാതെ കല്ലിനും മണ്ണിനും ഒന്നും മരണമില്ല. ദ്രവ്യത്തെ, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. അതിൻ്റെ രൂപം മാറ്റിയെടുക്കാം. ഊർജത്തെ മാത്രം ആറ്റമാക്കാം, ആറ്റത്തെ ഊർജമാക്കാം, ചക്കയെ മാങ്ങയാക്കാം. ചക്കയെ മാങ്ങയാക്കാൻ എങ്ങനെയാണ്? ചക്ക നല്ലോണം പൊടിയാക്കിയിട്ട് മാവിൻ്റെ മൂട്ടിലിട്ട് കൊടുത്താൽ മാവ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെയല്ലേ വലിച്ചെടുക്കുന്നത്. എന്നിട്ട് മാങ്ങയുണ്ടാവും. ഒരു ദ്രവ്യത്തെ വറുത്താക്കിയിട്ട് മാറ്റാം. ആ അർത്ഥത്തിൽ കെമിസ്ട്രിയിലൂടെ പറഞ്ഞതാണ്, അല്ലാതെ ചക്കനെ മാങ്ങയാക്കുന്ന കാര്യം. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ദ്രവ്യങ്ങളെ ഒന്നിനെ വേറൊന്നാക്കി മാറ്റാം. ഹൈഡ്രജനും ഓക്സിജന് വെള്ളമാക്കാം, വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനും ആക്കാം, ഇങ്ങനെ മാറ്റാം. അപ്പോൾ ഇവർക്കൊന്നും ബലങ്ങൾക്ക്, ഇന്ദ്രാദി ദേവതകൾക്ക്, അല്ലെങ്കിൽ വായു, ജലം, ഇതിനൊന്നും മരണമില്ല. എത്ര വരെ? ലോകാവസാനം, ആ പ്രപഞ്ചം ഉള്ളത് വരെ. ഇനി 22, 23 ഒന്നൊഴിയാതെയുള്ള വള്ളികളും പുൽച്ചെടികളും ചെടികളും മറ്റുള്ള വനസ്പതികളുമെല്ലാം പാൽക്കടലിൽ ഇട്ടിട്ട് മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയിട്ട് വാസുകിയെ കയറാക്കിയും സഹായിയായി എന്നെയും കൂടെ, ഞാനും സഹായിയായിട്ട് കൂടെ ഉണ്ടാകും. അസുരന്മാർ ക്ലേശം അനുഭവിച്ചവരായാലും അസുരന്മാർക്ക് ക്ലേശമാണ് ഉണ്ടാവുക, നിങ്ങൾക്ക് ഫലമെടുക്കുന്നവരായും തീരും. ഫലം നിങ്ങൾക്ക് കിട്ടും. അസുരന്മാർ കുറേ കഷ്ടപ്പെടും, പക്ഷേ രണ്ടാളും കൂടിയിട്ട് ചെയ്തോളണം. അപ്പം എല്ലാ വള്ളിയും പുൽച്ചെടികളും എല്ലാം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം വള്ളി എന്ന് പറയുമ്പോൾ ഓർബിറ്റുകളായിട്ട് ചിന്തിച്ചോളണം. എന്താണ് ഈ പാലാഴി കടയുന്നത്? അപ്പം ആദ്യം ഊർജമേ ഉണ്ടായിരുന്നുള്ളൂ. ഊർജം കണമായിട്ട് മാറുകയാണ്. ഏതുപോലെ എന്നാൽ പാൽക്കടൽ, പാൽക്കടൽ എന്ന് പറയുമ്പോൾ പാലിനെ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തണം. ഒരു പാലെടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ അകയെല്ലാം ഒരേപോലെയാണ്. പാലിൽ സമുദ്രത്തിലെല്ലാം ഒരുപോലെയാണ്. ആദ്യം പ്രപഞ്ചവും എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. പക്ഷെ കുറച്ച് തിരമാലകളുണ്ട്. അതുകൊണ്ടാണ് സാഗരം, പാലാഴി എന്ന് പറഞ്ഞത്.
ഇതും പാലാണ്. പാലിനെ മതിക്കുക എന്ന് പറയുമ്പോൾ കടക്കോലിട്ടിട്ട് ഇങ്ങനെ കറക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങോട്ട് ചെയ്യുന്നത് ദേവന്മാരാണെങ്കിൽ ഇങ്ങോട്ട് പിടിക്കുന്നത് അസുരന്മാരായിരിക്കും. അപ്പം ഇവ രണ്ടും ഇല്ലാതെ കടയുക. ഒരേ വട്ടത്ത് കരയാണെങ്കിൽ ദേവന്മാർ മതി, വട്ടത്ത് കറഞ്ഞോളും. ഇത് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. ഇവരങ്ങോട്ടേക്കാക്കും, മറ്റവരിങ്ങോട്ടാക്കാം. അപ്പം ആര് വേണം? ദേവന്മാരും അസുരന്മാരും ഉണ്ടെങ്കിലല്ലേ പാല് കടയും. പാല് കടയുമ്പോൾ ആ പാലിൽ നിന്നും, പാല് എന്ന് പറയുന്നത് സാഗരത്തിലുള്ള എനർജിയാണ്. എനർജി കടയുമ്പോൾ അതിൽ നിന്നും കണങ്ങൾ പ്രത്യക്ഷപ്പെടും. സാധാരണക്കാരനുള്ള എക്സ്പ്ലനേഷനാണ്. മറ്റേ സയൻസിലൂടെയുള്ളത് ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ പറഞ്ഞിട്ടുണ്ട്. തരങ്ങൾ കൂടിച്ചേരുമ്പോഴുള്ള കണമുണ്ടാകുന്നത്, അങ്കീരസ്സുകൾ ഉണ്ടാകുന്നത്. ഇത് നമ്മളിങ്ങനെ എടുത്താൽ മതി. പാല് ഒരേപോലെയുള്ളതാണ്. അതിനെ ദേവന്മാരും അസുരം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിക്കുമ്പോൾ എന്താകും? അതിൻ്റെ അകത്തുനിന്ന് വണ്ണ ഇങ്ങനെ വേർപെട്ട് വരുന്ന മാതിരി ഈ എനർജി ആദ്യം കുറേ കണങ്ങളുണ്ടാകും, പ്രോട്ടോണുകൾ ഉണ്ടാകും. ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ട് ആറ്റം ഉണ്ടാകും. ആറ്റത്തിന് അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റില്ല. അവ കൂടിച്ചേർന്നിട്ട് തന്മാത്രകൾ വസ്തുക്കളായി മാറും. കുറേ വസ്തുക്കൾ പ്രപഞ്ചം ഉണ്ടാകും. അതെല്ലാം കൂടിച്ചേർന്നിട്ട് പരസ്പരമുള്ള ആകർഷണം കൊണ്ട് ബോൾ മാതിരിയാകും. പ്രപഞ്ചം മുഴുവൻ ബോൾ കൊണ്ട് നിറയും. ആ ബോളുമാരിയുള്ള ബോളുകളാണ് ഈ സൂര്യനും ചന്ദ്രനും എല്ലാം. പിന്നെ അതിനെല്ലാം വിഷ്ണു എടുത്തിട്ട് ഓർബിറ്റ് ചുറ്റിപ്പിക്കും. അതെല്ലാം നമ്മൾ പണ്ട് കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. പാല് കടഞ്ഞിട്ട് തൈരെടുക്കുന്നത് വെണ്ണയെല്ലാം വരുന്ന മാതിരി അതിൻ്റെ അകത്തുനിന്ന്, സാഗരത്തുനിന്ന് എനർജിയെ കടഞ്ഞിട്ട് കണങ്ങൾ ഉണ്ടാക്കിയിട്ട്, കണങ്ങൾ ഗുഡായിട്ട് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഓരോന്നെല്ലാം കയറി വരും, മദ്യവും കയറി വരും, എല്ലാം കയറി വരും. ഇതിലൂടെയാണ് സുന്ദരമായ ഒരു ലോകമുണ്ടായിരിക്കുന്നത്. ആ പ്രവൃത്തിയിലൂടെ അമരന്മാരാവുകയാണ്. നല്ല പ്രവൃത്തി ചെയ്യുന്നവരെപ്പോഴും അവരെ ഓർക്കും, പ്രപഞ്ചമുള്ള കാലത്തോളം ഓർക്കും. അതുകൊണ്ട് അവർ അമരത്വം. അതാണ് അമൃതം. എന്നിട്ട് 24 പറയുകയാണ്, ക്ഷമയും സമാധാനവും ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അതിനെല്ലാം ക്ഷമയെല്ലാം പറയില്ല, അതൊന്നും നടക്കില്ല. എന്നാൽ കോപത്തിൽ അകപ്പെട്ടാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ദേഷ്യം പിടിച്ചാൽ ഒരു കാര്യം നടക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? ക്ഷമയും സമാധാനം. അസുരന്മാർ എന്താവശ്യപ്പെട്ടാലും അനുവദിച്ചങ്ങ് കൊടുത്തേക്കണം. ഉപദേശം കൊടുക്കുകയാണ് എന്തെല്ലാം ചെയ്യേണ്ടത്. അസുരന്മാർ എന്തെങ്കിലും എല്ലാം ചോദിക്കും, അതങ്ങ് കൊടുത്തേക്കണം. ഇനി 25 പാൽക്കടലിൽ നിന്ന് കാളകൂടം എന്ന വിഷവും ഉൽപ്പാദിപ്പിക്കപ്പെടും. എല്ലാം വരും, വിഷവും വരും, എല്ലാം വരും, സ്വർണവും വെള്ളി എല്ലാം വരും, ഉൽപ്പാദിപ്പിക്കും. അതിനെ ഭയക്കേണ്ടതൊന്നുമില്ല. പാല് കടയുമ്പോൾ വിഷം വരും എന്ന് പറഞ്ഞാൽ ഊർജം വരും. ഈ ഊർജം ആറ്റങ്ങളും ഇലക്ട്രോണുകളായിട്ട് മാറുമ്പോഴാണ് അതിൽ അധികം വരുന്ന ഇലക്ട്രോൺ ആകുമ്പോൾ, പ്രോട്ടോൺ ആകുമ്പോൾ ബാക്കി ഊർജങ്ങളെല്ലാം റിലീസാകും. അതിലൂടെ ആറ്റങ്ങളായി മാറി, ആറ്റങ്ങൾ തന്മാത്രകളായിട്ട് മാറുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന രാസപ്രവർത്തനത്തെ മാതിരിയാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ കെമിസ്ട്രി പഠിച്ചവർക്കറിയാം അതിൻ്റെ അകത്ത് നല്ല തീയും പുകയെല്ലാം വരാൻ തുടങ്ങും. അതുപോലെ ആറ്റങ്ങളും തന്മാത്രകളും ഈ പ്രപഞ്ചത്തിൽ രാസപ്രവർത്തനങ്ങളാണ് പ്രപഞ്ചം മുഴുവൻ നടക്കുന്നത്. അപ്പം അതിൻ്റെ അടുത്തുനിന്ന് ഊർജങ്ങളും പുറത്തേക്ക് വരും. ഈ ഊർജത്തെയാണ് കാളകൂട വിഷം എന്ന് പറയുന്നത്. അപ്പം കാളകൂട വിഷം വരും. അതിനെ ഭയക്കേണ്ടതിൽ അതെല്ലാം വേണ്ടത് അവർ ചെയ്തോളും. വിഷ്ണു അതിനുള്ള പരിപാടിയെല്ലാം പ്ലാനിലുണ്ട്. സമുദ്രത്തിൽ നിന്നും പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഇലക്ട്രോൺ ഉണ്ടാകും, പ്രോട്ടോൺ ഉണ്ടാകും, ആറ്റങ്ങൾ ഉണ്ടാകും, തന്മാത്രകൾ ഉണ്ടാകും, പഞ്ചസാരൻ്റെ തന്മാത്ര ഉണ്ടാകും, ഉപ്പിൻ്റെ തന്മാത്ര ഉണ്ടാകും, ക്രോസിൻ്റെ തന്മാത്ര ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ജനിതക തന്മാത്ര ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടായിക്കോളും. സയൻസിലൂടെയാണ് സൃഷ്ടിയാണെത്തിയിരിക്കുന്നത്. വെറുതെ ചുമ്മാ ഉണ്ടാക്കിയതല്ല. ശാസ്ത്രലോകം കണ്ടെത്തിയ സയൻസ് തത്വം അനുസരിച്ച് തന്നെയാണ് ഇത് പാലാഴി കടഞ്ഞിട്ട്
ഊർജത്തെ ദ്രവ്യമാക്കാം. E=mc². ആ ഊർജത്തെയാണ് കടഞ്ഞിട്ട് കണങ്ങളാക്കിയിട്ട് എടുക്കുന്നത്. അത് സാധാരണക്കാരനുള്ള ഭാഷയിൽ ഇത് പറഞ്ഞു തന്നെ ഒരു ഉദാഹരണം വെച്ച്. ഇപ്പോൾ തൈര് കടയുന്ന കാണാത്ത ആൾക്കാരില്ലല്ലോ, അതുകൊണ്ട് അത് വെച്ച് കാച്ചിയതാണ്. പക്ഷേ കെമിസ്ട്രിയാണ് അതിനകത്ത് ഉള്ളത്. അപ്പം പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അവയോട് അത്യാഗ്രഹം കാണിക്കരുത്. സാധനം കാണുമ്പോൾ പിന്നെ അവിടെ കിടന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് മറ്റേ സ്വർണം വരുന്നത് വെള്ളി വരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്യാഗ്രഹമൊന്നും കാണിച്ചേക്കരുത്. അവ ലഭിക്കുവാൻ ആകാംക്ഷ കാണിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ കോപിക്കുകയും ചെയ്യരുത്. ഇനി ആരെങ്കിലും അപ്പം അസുരന്മാർ വാരിയെടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കോപിക്കരുത്. അതെല്ലാം അവരെടുത്തോട്ടെ, നിങ്ങൾ അതിലൊന്നും തലയിടണ്ട. നിങ്ങൾ കടഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പം 26 ശുഗൻ ഈ വിധത്തിൽ ദേവന്മാരെ ഉപദേശിച്ച ശേഷം ആ അപാര ബലവാനും ആ അത്ഭുത പ്രതിഭാസവുമായ ആ പുരുഷോത്തമൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. അവിടെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോയി. 27 പിന്നെ ബ്രഹ്മാവ് ശിവനും ഭഗവാനും പ്രണാമം അർപ്പിച്ച ശേഷം അവരുടെ വാസസ്ഥലത്തേക്കെല്ലാം പോയി. ബ്രഹ്മാവും ശിവനെല്ലാം അവരവരുടെ പാട്ടിക്ക്. ഇതെല്ലാം ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? ദേവന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്രഹ്മാവ് ശിവനെല്ലാം അവരുടെ പാട്ടിന് പോയി. പിന്നെ എല്ലാ ദേവന്മാരും മഹാരാജാവായ ബലിയുടെ അടുത്തേക്ക് ചെന്നു. ഉടനെ തന്നെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ താമസമൊന്നുമില്ല, ഒരൊറ്റ വെച്ച് കുടിച്ചു. ആരടുത്തേക്ക്? മഹാബലിയുടെ. അപ്പം ശ്രീഹരി തീരുമാനിക്കുന്ന മാതിരിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. നമുക്കും അത്രയേ പ്രവർത്തിക്കാൻ പറ്റും. വേറെ ഒരു അതിനകത്തൊന്നും അണുവിട മാറാൻ പറ്റില്ല. എൻ്റെ 28 അസുരന്മാരുടെ ഏറ്റവും പ്രശസ്തനായ ബലി മഹാരാജാവ് എപ്പോൾ സമാധാനം സ്ഥാപിക്കണമെന്നും എപ്പോൾ യുദ്ധം ചെയ്യണമെന്നും നന്നായി അറിയുന്ന വ്യക്തിയാണ്. അസുരന്മാരുടെ നേതാവായ ബലി മഹാരാജാവിന് എന്തറിയാം? എപ്പോഴാണ് സമാധാനം സ്ഥാപിക്കേണ്ടത്, എപ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടത് നല്ല അറിയുന്ന. അല്ല ചാടിക്കേരിയൊന്നും ചെയ്യില്ല. പക്ഷേ 28 അപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും പ്രകോപിതരായി. ദേവന്മാരെ കണ്ടപ്പോൾ അവർക്ക് അടക്കം തുടങ്ങി. ആർക്ക്? അദ്ദേഹത്തിൻ്റെ സൈന്യാധിപന്മാർക്കും പ്രഭുക്കന്മാർക്കുമെല്ലാം ദേവന്മാർ വരുന്ന കണ്ടപ്പോൾ ആകെ പ്രകോപിതരായി. അവരെ കൊല്ലുവാൻ തയ്യാറായപ്പോൾ അവരെല്ലാം എന്തായി ചെയ്ത്? ഇവന്മാർ കൊല്ലണം, വരുന്നുണ്ട്, ദേവന്മാർ വരില്ല, തട്ടിക്കളയാന്ന് വെച്ച് ചെന്നപ്പോൾ ദേവന്മാർ യുദ്ധമനോഭാവത്തോടെയല്ല വരുന്നതെന്ന് കണ്ട അദ്ദേഹം ബലി മഹാരാജാവ്. അപ്പം ബലി കണ്ട് അവർ യുദ്ധത്തിനൊന്നുമല്ലല്ലോ വരുന്നത്. അവരെ സൈന്യാധിപന്മാരെ അവരെ കൊല്ലുന്നതിൽ നിന്നും വിലക്കി. അതുകൊണ്ടാണ് നേരെ ബലി പറഞ്ഞത്. നേരെ പറഞ്ഞ് മറ്റുള്ളവരാണെങ്കിൽ അതൊന്നും നോക്കില്ല, അങ്ങ് തട്ടിക്കളയും. പക്ഷെ ബലിക്ക് ഇപ്പം അവർ നല്ല നിലയിൽ വരുന്നവരാണ്, പിന്നെ എന്തിനാണ് കൊല്ലുന്നത്? അതുകൊണ്ട് അവരെ വിലക്കി. 29 വിരോചനന്റെ മകനായ ബാലി മഹാരാജാവിനെ സമീപിച്ച് ബാലി മഹാരാജാവിനെ സമീപിച്ചിട്ട് ദേവന്മാർ അദ്ദേഹത്തിനടുത്തിരുന്നു. ദേവന്മാരെല്ലാം പോയിട്ട് വിരോചനന്റെ മകനായ ബാലി എന്ന ആളുടെ അടുത്ത് പോയിരുന്നു. അസുരന്മാരാകട്ടെ ഈ ബലി മഹാരാജാവിനെ ചുറ്റും നിന്നിട്ട് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു. കാരണം ദേവന്മാരാണല്ലോ വന്നിരിക്കുന്നത്, രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അസുരന്മാരെല്ലാം ബലി മഹാരാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷണം നൽകിക്കൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരുന്നു. എന്നിട്ട് ഒന്നും കൂടി പറയുകയാണ്,
ബലി മഹാരാജാവാണ് 3 ലോകത്തിൻ്റെയും അധിപൻ. ആ കാലത്ത് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. കാരണം ദേവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സൃഷ്ടി നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ ആരാണ് ജയിച്ചിരിക്കുന്നത്? അസുരന്മാരാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാ 3 ലോകങ്ങളും കീഴടക്കിയതിനാൽ എല്ലാ തരത്തിലും സമ്പന്നനായിരുന്നു. ആര്? ബലി മഹാരാജാവ്. 30 സൗമ്യമായ വാക്കിനാൽ ബലി മഹാരാജാവിനെ പ്രീതിപ്പെടുത്തിയതിന് ശേഷം ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ബുദ്ധിമാനായ ദേവേന്ദ്രൻ വലിയ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളഞ്ഞ ബുദ്ധിയെല്ലാം വളരെ കൂടുതലാണ്. ബുദ്ധിമാനായ അദ്ദേഹത്തെ വണങ്ങി പ്രീതിപ്പെടുത്തിക്കൊണ്ട് സൗമ്യമായ വാക്കില് ദേവേന്ദ്രൻ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ വിനയപൂർവം അറിയിച്ചു. വിഷ്ണു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പാലാഴി കടണം, അപ്പോൾ അമൃത് ലഭിക്കും, സൗഭാഗ്യം കിട്ടും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. നമുക്ക് പാലാഴി കടഞ്ഞു കഴിഞ്ഞാൽ പല വസ്തുക്കൾ പൊന്തി വരും എന്നല്ല അറിഞ്ഞപ്പോൾ പിന്നെ അസുരന്മാർക്കും. പക്ഷെ ഒറ്റ ആൾ വിചാരിച്ച കയ്യിൽ 2 പേരും അസുരന്മാരും ദേവന്മാരും വേണം എല്ലാമുള്ള കാര്യം പറഞ്ഞപ്പോൾ ശരി, കുഴപ്പമില്ല, അദ്ദേഹത്തിന് നല്ലതായിട്ട് തോന്നി. അപ്പം ഇന്ദ്രൻ അത് വിനയപൂർവ്വം അറിയിച്ചു. അപ്പം 31 ഇന്ദ്ര മഹാരാജാവ് സമർപ്പിച്ച നിർദ്ദേശത്തെ ശംഭരൻ്റെയും അനിഷ്ഠനേമിയുടെയും നേതൃത്വത്തിലുള്ള ബലി മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സഹായികളും ത്രിപുരത്തിലെ മറ്റെല്ലാ വാസികളും ഉടനെ അംഗീകരിച്ചു. അവർക്കെല്ലാം ഇത് നല്ലൊരു പരിപാടിയായിരുന്നു തോന്നി. ത്രിപുരത്തിലെ മറ്റെല്ലാ നിവാസികളും 3 ലോകങ്ങളിലെയും എല്ലാ നിവാസികളും എല്ലാ അസുരന്മാരും വലിയ അടക്കം അവർക്ക് നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. അവരെല്ലാം ഇതിന് സമ്മതിച്ചു. അതിനുശേഷം ഇന്ദ്രൻ നിർദ്ദേശിച്ച പോലെ, ഇന്ദ്രനാണല്ലോ അറിയാം, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അമൃത് ഉൽപ്പാദിപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്തു. അമൃത് ഇനി ഉണ്ടാക്കണം. അതിനുശേഷം 32 അതിനുശേഷം ദേവന്മാരും അസുരന്മാരും ഒരു സന്ധിയിലെല്ലാം ഉണ്ടാക്കി. അവർ തമ്മിലൊരു സന്ധി, ഇങ്ങനെയെല്ലാം ചെയ്യണത്. അതുകൊണ്ടല്ലോ എന്ത് ചെയ്യുമ്പോഴും 2 ശത്രുക്കളാണല്ലോ, അപ്പോൾ ഒരു ധാരണയെല്ലാം വേണമല്ലോ. അതെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇന്ദ്രൻ നിർദ്ദേശിച്ചതുപോലെ അമൃത് കടയുവാനുള്ള സന്നാഹം ചെയ്തു. 33 പിന്നെ ദേവന്മാരും അസുരന്മാരും കൂടി മന്ദരപർവ്വതത്തെ എടുത്ത് പിഴുതങ്ങ് ദൂരെ എറിഞ്ഞു. മന്ദരപർവ്വതം എടുത്തിട്ട് വേണം കലക്കൺ. അപ്പോൾ ഇവിടെ മന്ദരപർവ്വതം എന്ന് പറയുമ്പോൾ വലിയ പർവ്വതമൊന്നുമല്ല എടുത്ത് കറക്കിയിരിക്കുന്നത്. ആദ്യം ആറ്റങ്ങളാണ് ഉണ്ടാവുക. ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂക്ലിയസും അതിന് ചുറ്റും ഇലക്ട്രോണും കറങ്ങിയിട്ടാണ് ആറ്റങ്ങളാവുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആറ്റങ്ങൾ വലിയ ന്യൂക്ലിയസ് പർവ്വതത്തിന് സമാനമാണ്. അപ്പോൾ അത് പർവ്വതം തന്നെയാണ് ആ നിലയിൽ. ആറ്റത്തിൻ്റെ കാര്യത്തിൽ ന്യൂക്ലിയസ് പർവ്വതമാണ്, ബാക്കിയുള്ള ഇലക്ട്രോണെല്ലാം ചെറുതാണ്. അങ്ങനെ ആറ്റങ്ങളെല്ലാം ഉണ്ടായതിന് ശേഷം പിന്നെ പല സാധനങ്ങളുണ്ടായി. പിന്നെ ഗോളങ്ങൾ ഉണ്ടാവുമല്ലോ. ഗോളങ്ങളുണ്ടായാൽ പിന്നെ കറങ്ങുന്ന ഏതാണെന്ന് വെച്ചാൽ സൂര്യൻ്റെ ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റിയിട്ടാണ് സൗരയൂഥം ഉണ്ടാകുന്നത്. അതും ഈ പാലാഴിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സൂര്യൻ വലിയ മന്ദരപർവ്വതത്തെ കണ്ടിയും വലുതാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റുമാണ് ഗോളങ്ങളെ കറക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ സൂര്യനെയും ഗോളങ്ങളെയും മുഴുവൻ കൊണ്ട് ധ്രുവനക്ഷത്രത്തിന് ചുറ്റും ചുറ്റണം. അങ്ങനെ കുറേ പ്രക്രിയകളുണ്ടല്ലോ. അതുകൊണ്ട് പൊതുവായി എന്ത് പറഞ്ഞു, വലിയൊരു സാധനം കൊണ്ട് എന്ന് പറയുന്നതിന് കഥയിൽ രസത്തിന് വേണ്ടി മന്ദരപർവ്വതത്തെ ഇവർ രണ്ടാളും കൂടി പൊക്കി അങ്ങ് ദൂരത്തേക്ക് ഇട്ടു. വായിക്കുന്നവർക്കൊരു രസം വേണ്ട. പക്ഷെ സംഗതി ഇതെല്ലാം പാലാഴി കഴിഞ്ഞിട്ട് ഈ സൗരയൂഥ സിസ്റ്റം വരെ ഇങ്ങനെ കറക്കിയെടുത്തതാണ് ഉണ്ടായ വസ്തുക്കളെ കൊണ്ടല്ല. കെമിസ്ട്രി പഠിച്ചവർക്കെല്ലാം പെട്ടെന്ന് എന്താണ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവും. പ്രപഞ്ചം എങ്ങനെയെല്ലാം ഉണ്ടായത്. അതിനു മുമ്പിൽ ഒരു പൊട്ടിത്തിറക്കലുണ്ട്. എല്ലാം കൂടിച്ചേർന്നിട്ട് ഗോളമാകുന്നതിനെക്കാട്ടി മുമ്പിൽ എല്ലാം കൂടിച്ചിട്ട് വലിയൊരു ഗോളമാകും. അതാണ് പിന്നെ പൊട്ടിയിട്ട് ഇങ്ങനെ
പ്ലാൻ അനുസരിച്ച് രൂപഘടനയിൽ മാറ്റം വരുത്തിയത്. അതെല്ലാം വിഷ്ണുവാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനും വിഷ്ണുവാണ്. എന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന സൗരയൂഥം ഉണ്ടായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശക്തി വിശേഷമുണ്ട് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ. ആ പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കുന്ന ഇതെല്ലാം ചെയ്യാനൊരു ശക്തി വിശേഷം ഉണ്ട്. ആ ശക്തി വിശേഷത്തെയാണ് വിഷ്ണു എന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. കുറച്ച് കടന്ന് ചിന്തിച്ചു നോക്കൂ. മാനേജ്മെൻറ്റ് വിഷയമെല്ലാം വെച്ച് ചിന്തിച്ചു നോക്കൂ, ശാസ്ത്രീയമായി ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇത്തരം ചില ഫലങ്ങളെല്ലാം വിഷ്ണു എല്ലാം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. പക്ഷെ അതിനെയൊന്നും മനുഷ്യൻ്റെ രൂപത്തിലൊന്നും ചിന്തിച്ചു പോകരുത്. അതെല്ലാം ശുദ്ധമായ സയൻസ് പ്രതിഭാസങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്തു? മന്ദരപർവ്വതത്തെ എറിഞ്ഞു. വളരെ ഉച്ചത്തിൽ നിലവിരിച്ചുകൊണ്ടവർ പാൽക്കടലിലേക്ക് കൊണ്ടുവന്നു. ഭയങ്കര ബഹളമെല്ലാം കൂട്ടിക്കൊണ്ടാണ് നിലവിളിച്ചുകൊണ്ട്. നമ്മളിപ്പോൾ ഓരോ സാധനമെല്ലാം മരയിൽ വിൽക്കുന്നിടത്ത് കണ്ടിട്ടില്ലേ? ഓയ് ഓയ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അതുപോലെ അവരെല്ലാം കൂടി ഇതിനെ പൊക്കി പാൽക്കടലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇനി 34. വളരെ വലിയ പർവ്വതത്തെ വളരെ ദൂരെ കൊണ്ടുപോയതിനാൽ ഇന്ദ്രനും ബലിയും ദേവന്മാരും അസുരന്മാരും ക്ഷീണിതരായി പർവ്വതം ചുമക്കുവാൻ ആവാതെ താഴ്വരയിൽ വീണുപോയി. താഴ്വരയിൽ അതിനെ ഉപേക്ഷിച്ചു. കുറേ അത് വലിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ക്ഷീണിച്ച് ദേവന്മാരായാലും അവിടെ ഉപേക്ഷിക്കും മതി എന്ന് പറഞ്ഞു. ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ വലിയ പാടുണ്ടല്ലോ. കാരണം പാലാഴിനെയാണ് കടഴേണ്ടത്. അപ്പോൾ എത്ര വലിയ പർവ്വതം വേണം? 35. സ്വർണം കൊണ്ട് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ സ്വർണം ശുദ്ധമായ ആറ്റമാണെന്ന് മനസ്സിലാക്കണം. ന്യൂക്ലിയസിൻ്റെ ശുദ്ധമായത് എന്ന അർത്ഥത്തിലാണ് ന്യൂക്ലിയസിൽ. വളരെ ഭാരമുള്ളതുമായ മന്ദരപർവ്വതം അവർ വീണ്ടും അടിച്ച് പൊളിച്ച് തകർത്തിട്ട് കളഞ്ഞു. പിന്നെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും പിന്നെ നിരാശരായി. അവരുടെ കൈകളും തുടകളും തോളുകളും എല്ലാം തകർന്നുപോയി. അപ്പോൾ എല്ലാം അറിയുന്ന വിഷ്ണു ഗരുഡൻ്റെ പുറത്ത് അവിടെ എത്തി. ഇതെല്ലാം കണ്ടപ്പോൾ വിഷ്ണുവിന് മനസ്സിലായി ഉമ്മാരെ കൊണ്ട് ശരിയാവില്ല. അപ്പം വിഷ്ണു എന്ത് ചെയ്ത് അവിടത്തേക്ക് വന്നു. ഇവരുടെ തോടയും എല്ലാം പൊട്ടി ശരീരത്തിലെല്ലാം രക്തം വരാൻ തുടങ്ങി. അപ്പം വിഷ്ണു അവിടെ ഗരുഡൻ്റെ പുറത്ത് വന്നു. 37. പർവ്വതത്തിൻ്റെ വീഴ്ചയിൽ മിക്ക അസുരന്മാരുടെയും ദേവന്മാരുടെയും തകർന്നത് കണ്ട അവയവങ്ങൾ താഴ്ന്നത് കണ്ട വിഷ്ണു അവരെ ഒന്ന് നോക്കി. ദേവന്മാരെയും അസുരന്മാരെയും ആ വിഷ്ണു നോക്കിയപ്പോൾ തന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അവരുടെ ദുഃഖമകന്നു. ദേഹത്തിലെ മുറിവെല്ലാം ഉണങ്ങി. വിഷ്ണു ഒന്ന് നോക്കിയപ്പം തന്നെ അതെല്ലാം ശരിയായി. 38. ഭഗവാൻ വളരെ എളുപ്പത്തിൽ ഒരു കൈ കൊണ്ട് പർവ്വതത്തെ ഉയർത്തി ഗരുഡൻ്റെ മുതുകിൽ വെച്ചു. ഒരു കൈ കൊണ്ട് ഈ മന്ദരപർവ്വതം എടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ച് അങ്ങേരും അതിൻ്റെ മേലെ കയറിയിട്ട് ദേവന്മാരും അസുരന്മാരും എല്ലാം ചുറ്റുമായിക്കൊണ്ട് അവർ നേരെ എവിടത്തേക്ക് പോയി? അവരും ഗരുഡൻ്റെ മുകളിൽ കയറി ദേവന്മാരും അസുരന്മാരും അവരന്മാരാലെ ചുറ്റപ്പെട്ട് പാലാഴിയുടെ കടലിലേക്ക് പോയി. അതിനുശേഷം ഗരുഡൻ മന്ദരപർവ്വതത്തെ തോളിൽ നിന്നും ഇറക്കി വെള്ളത്തിൽ അടുത്തേക്ക് കൊണ്ടുവന്നു. ഗരുഡൻ തന്നെ അതിനെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് തുടർന്ന് ഭഗവാൻ അവരോട് ആ ദേശം വിട്ടുപോകാൻ പറഞ്ഞു. അവർ പോയി. ആര് പോയി? ഗരുഡനും പോയി. ഗരുഡൻ എന്തുകൊണ്ട് പോയത്? ഇനി പാമ്പാണല്ലോ വിട്ടിട്ട് കറക്കണ്ടേ, കടയണ്ടിക്കിൽ കയറി വേണ്ടേ. അപ്പം പിന്നെ ഇപ്പം വാസുകി എന്ന സർപ്പം. ഏതാണ് സർപ്പം? ഊർജത്തെയാണ് കറക്കുന്നത്. ഊർജമാണ് പ്രപഞ്ചം മുഴുവൻ ഊർജമായിരുന്നുണ്ടായത്. ആ ഊർജത്തെ കറക്കിയിട്ടാണ് കണങ്ങളാക്കി മാറ്റുന്നത്. അതിനെ പാമ്പാക്കിയിട്ട് ഇവിടെ വാസുകി എന്ന സർപ്പമായിട്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ആ ശക്തി ഊർജത്തെയാണ് വാസുകിയായിട്ട് ചിത്രീകരിക്കുന്നത്. ഇത് അടുത്തതിൽ കാണാം.